ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് പേരാണ് ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ ജീവൻ ഭയന്ന് കഴിയുന്നതെന്ന് ക്രൈസ്തവ സംഘടനകൾ വെളിപ്പെടുത്തുന്നു. 22 ഗ്രാമങ്ങളിൽ നിന്നുള്ള 1000-ഓളം ക്രിസ്ത്യാനികൾ ഇതുവരെ പീഡനങ്ങൾക്കെതിരായതായും ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം വ്യക്തമാക്കുന്നു. നാരായൺപൂരിൽ നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായതോടെയാണ് ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ തുടരുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. ഒരു വിഭാഗം ഗ്രാമമുഖ്യന്മാരുടെയും നേതാക്കന്മാരുടെയും നേതൃത്വത്തിലാണ് വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറുന്നത്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരെ ഇവർ തെരഞ്ഞുപിടിച്ച് ഒറ്റപ്പെടുത്തുകയും ഗ്രാമങ്ങളിലെ വീടുപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയുമാണ്. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ പ്രദേശത്ത് നിലനിർത്താമെന്നും അല്ലാത്തപക്ഷം നാടുവിട്ടു പോകുന്നതുവരെ പീഡനങ്ങൾക്കിരയാക്കുമെന്ന ഭീഷണിയിൽ നിരവധി കുടുംബങ്ങളാണ് ഗ്രാമങ്ങളിൽ കഴിയുന്നത്. ക്രിസ്ത്യാനികളെ ആക്രമിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം 10ഓളം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാരായൺപൂരിൽ ആക്രമണത്തിനിരയായവരുടെ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പീഡനങ്ങളും ഭീഷണിയെയും തുടർന്ന് കാങ്കർ ജില്ലയിലെ ദേവ്ഗാവ് ഗ്രാമത്തിലുള്ള വീട് വിട്ട് അമ്മയ്ക്കും 3 ഇളയ സഹോദരങ്ങൾക്കുമൊപ്പം ഇറങ്ങിയ 16-കാരനായ സുക്ലു പൊതായുടെ അനുഭവം ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. ക്രിസ്തുമതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയോ ഗ്രാമം വിട്ടു പോവുകയോ ചെയ്യണമെന്ന് ആക്രമികൾ ആവശ്യപ്പെട്ടപ്പോൾ നിസ്സഹായരായി ജനിച്ച വീടുപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുകയായിരുന്നുവെന്ന് സുക്ലു പൊതായ് പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളാണ് നാരായൺപൂരിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. കഴിഞ്ഞ മാസം മുതലാണ് ഇവരെല്ലാം അവിടെ താമസിക്കുന്നത്. വിദ്യാർത്ഥികളായ നിരവധി പേരുടെ പഠനം മുടങ്ങിയ അവസ്ഥയിലാണ്. 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകൾ വരാനിരിക്കുന്നതിനാൽ കുടിയിറക്കപ്പെട്ട കുട്ടികളുടെ തുടർ പഠനങ്ങൾ പോലും ആശങ്കയിലാണ്. അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട ഗ്രാമീണർക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകണമെന്ന് ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെക്കീന ന്യൂസ്, നാരായൺപൂർ.